ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് മാസങ്ങൾക്ക് മുൻപേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതൊരു രാത്രിക്കത്തെ വീഡിയോ ആണ്. ഈ ഒരു രാത്രി ഏട്ടനില്ലാത്തൊരു ദിവസമാണ്. ഏട്ടനില്ലാത്ത ഈ ദിവസം എന്ന് പറയുന്നത് സത്യത്തിൽ ആണുങ്ങളില്ലാതെ വീട്ടിലിരിക്കുക എന്നുള്ളത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ് അല്ലേ. അതിനിടയിൽ രാത്രി അമ്പാടി മോന് വോമിറ്റിങ്, അതുപോലെ തന്നെ തലവേദന, പനി, എല്ലാം വയറ്റിളക്കം, അങ്ങനെയുള്ള എല്ലാ അസുഖവും കൂടി ഒന്നിച്ച് വന്നൊരു സമയം കേട്ടോ. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, പറയാനോ വിളിക്കാനോ ഒന്നും ഏട്ടനിവിടെ ഇല്ല. അപ്പം ഞാൻ ശരിക്കും പേടിച്ചിരുന്നു. ഒരു രാത്രി കുറേ സമയം ഞാൻ മോൻ്റെ അടുത്ത് ഇരുന്നു. അവന് കുറച്ച് ധൈര്യമൊക്കെ കൊടുത്തു. പാറക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. രാത്രി ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നു, കാരണം ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉറങ്ങാനും സമ്മതിച്ചില്ല. അവൻ ഇടയ്ക്കിടെ ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ നമുക്ക് പോയി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ മോനെ സംബന്ധിച്ചത് അവന് വയറിന് അസുഖമുള്ളത് കൊണ്ട് അവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ആർക്കും അസുഖം വന്നു കഴിഞ്ഞാൽ അമ്മമാർ വല്ലാതെ പേടിക്കും. പക്ഷേ എന്താ പറയുക, അമ്പാടി മോൻ എന്തെങ്കിലും വരുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്, പേടിയാണ് എനിക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ കുറച്ച് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ വെച്ച് കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇത്. ഏട്ടനെ വിളിച്ച് നോക്കി. ഏട്ടൻ സാധാരണ രാവിലെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഉറങ്ങേണ്ട സമയമാണല്ലോ, അപ്പോൾ ഏട്ടൻ നന്നായിട്ട് ഉറങ്ങുന്ന സമയമായിരിക്കും. അതുകൊണ്ട് ഏട്ടൻ എടുത്തില്ല. പിന്നെ ഞാൻ ശല്യപ്പെടുത്തിയില്ല. ഈശ്വരനോട് നന്നായി പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാവലിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അമ്മമാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, കുട്ടികൾ വീട്ടിലുണ്ടാവും, ബഹളം ഉണ്ടാക്കുക, ഒച്ചപ്പാട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വഴക്ക് പറയും. പക്ഷേങ്കിൽ അവർ എന്നും കളിക്കുന്ന സമയത്ത് ആ കളിയും ചിരിയും ഇല്ലെങ്കിൽ നമുക്ക് വീട് സത്യത്തിൽ ഉറങ്ങിയ പോലെ ആയിരിക്കും. ഞാനിത് ചായയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചില്ല, രാവിലെ ആവുന്നത് വരെ കാത്തിരുന്നു. അങ്ങനെ നേരം വെളുത്തു. ഒരു 9 മണിയായപ്പോൾ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി. 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയ ഏകദേശം 10-10:30 ആവും ഡോക്ടർ വരാൻ. അപ്പോൾ ദീപ ചേച്ചിയോട് പറഞ്ഞു, ഞാനിങ്ങനെ മോന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നുണ്ട്, ഓഫീസിലോട്ട് പോകുന്ന സമയമാണ്, വന്നോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതേ പോകാൻ വേണ്ടി റെഡിയായി. അവൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടികളൊക്കെ റെഡിയാക്കി വെച്ചു. അവരെയൊക്കെ ഇറക്കി കീച്ചു കേട്ടോ. പിന്നെ വാതിലൊക്കെ അടച്ച് അങ്ങനെ പുറത്തിറങ്ങുകയാണ്. എവിടെ പോകുമ്പോഴും അവൻ്റെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവന് ഞാൻ കുറച്ച് കട്ടൻ ചായയൊക്കെ കൊടുത്തു. പക്ഷേ വയറിളകുന്ന കാരണം അവന് എഴുന്നേക്കാനൊന്നും വയ്യായിരുന്നു. അങ്ങനെ പാറക്കുട്ടി ഇത് ഇറങ്ങി കഴിഞ്ഞ് നിന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂട്ടിയിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സ്കൂട്ടി പോകാൻ വേണ്ടി. അങ്ങനെ നമ്മളിത് താഴെ തറവാട്ട് വീട്ടിലോട്ട് നടക്കുകയാണ്. ചേച്ചി ഓഫീസിൽ പോകാൻ വേണ്ടി ചേച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നമ്മളെ അവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുള്ള സമയം, മുഴുവൻ കാടൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സമയമാണ്. പഴയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തതാണ്. കണ്ടോ, വഴിയൊക്കെ ഇപ്പം നമ്മൾ ഈ വഴിയൊക്കെ നമ്മൾ കാടൊക്കെ വയക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് മഴക്കാലമായതുകൊണ്ട് മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ദേ റോഡിലൊക്കെ ചളിയുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്തു വെച്ചതാണ്. അങ്ങനെ ചേച്ചിയുടെ കൂടെ നമ്മൾ സ്കൂട്ടിയിൽ പോവുകയാണ്. നമ്മൾ 4 പേരും സ്കൂട്ടിയിലാണ്, ഞാനും മോളും പുറകിലിരുന്നു. പിന്നെ മുന്നിൽ മോനെ നിർത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയിൽ വണ്ടി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഇത് നമ്മൾ മട്ടന്നൂർ എത്തിയിട്ടുണ്ട്. മട്ടന്നൂർ ഇവിടെ HNC ഹോസ്പിറ്റലുണ്ട്. നമുക്ക് ഏറ്റവും വേഗത്തിൽ പോകാനും എപ്പോഴും ഡോക്ടറൊക്കെ ഉണ്ടാകുന്ന ഒരു ഹോസ്പിറ്റലാണ് HNC. അപ്പോൾ നമ്മൾ HNC ഹോസ്പിറ്റലിലാണ് കാണിക്കാറ് കേട്ടോ മോനെ. അവന് ഗവൺമെൻറ്റിൽ കാണിക്കാനാണെങ്കിൽ അങ്ങ് കണ്ണൂർ പോകണം. അപ്പോൾ കണ്ണൂർ പോകാനുള്ള സൗകര്യം നമുക്കിവിടെ വണ്ടിയും ഏട്ടനും ഇല്ല. അപ്പോൾ ഇവരെ 3 പേരെയും കൂട്ടിയിട്ടൊക്കെ പോക്ക് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് HNCയിലാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത്. HNCയിൽ നല്ല കുട്ടികളുടെ ഡോക്ടറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ എന്നാലും കുട്ടികളുടെ ഡോക്ടറിന് എന്നും തിരക്കാണ്, കാരണം നല്ലൊരു ഡോക്ടറാണ്. വലിയ തിരക്കൊന്നുമില്ല. കുറേയൊക്കെ ഗൈനക്കോളജിനൊക്കെ കാണിക്കാൻ വേണ്ടി വന്നവരാണ് കേട്ടോ. അങ്ങനെ പാറക്കുട്ടിക്ക് ഉറക്കേണ്ട സമയമായിട്ടുണ്ട്. 10-10:30 ആ ടൈമിലാണ് അവളുടെ ഉറക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ മൂഡ് ഏകദേശം മാറി മാറി വരുന്ന ഞാൻ കണ്ടു. പിന്നെ മൊബൈൽ ഫോണിന് കുറേ സമയം ചോദിച്ചു കേട്ടോ. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വയറിളക്കവും ഛർദിലും കൂടി ഒന്നിച്ച് വന്നതായതുകൊണ്ട് കരിക്കും വെള്ളം നന്നായിട്ട് ഒരു 3 നേരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ORS പൊടി നമുക്ക് തന്നിട്ടുണ്ട്. ORS പൊടി വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവന് മതി, കാരണം അവനതൊന്നും പിടിക്കാനൊന്നും വയ്യ. അങ്ങനെ വരുന്ന വഴി നമ്മുടെ പാറൂസിനെ ഫസ്റ്റ് റവന്യൂ കിട്ടിയ സമയമായിരുന്നു ഇത്. അപ്പോൾ പാറൂസ് വേൾഡിൻ്റെ വക മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് എനിക്ക് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഞാനില്ലെങ്കിലും സാരമില്ല, മോളുടെ പാദസരം പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു പാദസരം വെള്ളിയുടെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. സ്വർണ്ണമൊന്നും നമ്മളെ പോലത്തെ ആൾക്കാവില്ല. അപ്പോൾ വെള്ളി തന്നെ ആവില്ല, വെള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. പഴയത് കൊടുത്തു കഴിഞ്ഞാൽ പണ്ടത്തതുപോലെ വലിയ വിലയൊന്നുമില്ല. പഴയതിന്
ഇവിടുന്ന് ഈ കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കാറ്. ടോപ്കോ ജ്വല്ലറി മട്ടന്നൂരാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും വെള്ളി ആയാലും ഗോൾഡ് ആയാലും ഒക്കെ എടുക്കാറ്. ദേ പാർക്കുട്ടി ആ സമയത്തൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. 10-10:30 ടൈമാണ് അവളുടെ ഉറക്കിൻ്റെ സമയം എന്ന് പറയുന്നത്. പല മോഡൽ വാസരങ്ങളും അവർ കാണിച്ചു തന്നിരുന്നു. പക്ഷെ എല്ലാ മോഡലും ഒന്നിനൊന്ന് ബെറ്ററാണ്. പക്ഷെ നമ്മളുടെ കയ്യിലെ അല്ലേ ചിക്കിലി നോക്കിയിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അധികം വലിയ ഡിസൈനുകളൊന്നും വേണ്ട, അത്യാവശ്യം ഒരു പൈസ ഞാൻ പറഞ്ഞു ആ പൈസക്കനുസരിച്ചുള്ളത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പരമാവധി ആ ചേച്ചി നോക്കി, കാരണം ഇതെടുത്തോ അതെടുത്തോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, എങ്കിലുള്ള പൈസേനെ കൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു തൂക്കത്തിനനുസരിച്ച് പൊട്ടിപ്പോവാതെ കട്ടിയുള്ളത് മതി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പൊട്ടിപ്പോവാതെ കട്ടിയുള്ള ഒന്നാവുമ്പോൾ കുറേ കാലം എത്തും. മോളുടേത് കുഞ്ഞ് 6 മാസം ആകുമ്പോഴേ വാങ്ങിച്ച പാസരായിരുന്നു. അത് ഇപ്പോഴാണ് പൊട്ടിയത്, 1.5 വയസ്സാകുമ്പോഴാണ് അത് പൊട്ടിയത്. അതുപോലെ ഒരു കട്ടിയുള്ളത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചി ഒരുപാട് പാസരങ്ങൾ നോക്കി. ഇവിടെ നിന്നാണ് ഞാൻ എനിക്കായാലും മോൾക്കായാലും ഇനി നമ്മളുടെ വീട്ടിൽ ആർക്കായാലും എടുക്കുന്നത്. പിന്നെ ഇവരുടെ കുറി കളക്ഷൻ ഉണ്ട്, ആ കുറി കളക്ഷനിൽ നമ്മൾ ചേരാറുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു പാസരം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം കട്ടിയൊക്കെയുള്ള ചെറിയൊരു ഡിസൈനൊക്കെ ഉള്ള ഒരു പാസരം. അവളുടെ കാലിൽ 6 മാസം ആയപ്പോഴും നമ്മൾ വാങ്ങിച്ചു കൊടുത്തൊരു പാസരം ഉണ്ടായിരുന്നു, അതും കൊടുത്തു. കൈമേലുള്ള പൈസയും കൂടി കൊടുത്തിട്ട് അത്യാവശ്യം ഒരു ചെറിയ ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു കട്ടിയുള്ള പാസരം ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ മോളപ്പോഴത്തേക്ക് ഉറങ്ങി എഴുന്നേറ്റു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ അവൾ ഉറക്കം തൂങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ആ ഒരു പഴയ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.